കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേരിയ വിജയത്തെ തുടർന്ന് UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. തങ്ങൾ അധികാരം പിടിച്ചെടുക്കും എന്നുള്ളൊരു കരുതലിലാണ്, അല്ലെങ്കിൽ കണക്കുകൂട്ടലിലാണ് അവരുടെ നേതാക്കന്മാരുള്ളത്. മറുഭാഗത്ത് CPM ആണെങ്കിൽ UDFനെതിരെ ഉന്നയിക്കുന്ന വലിയ ആരോപണം അത് ഇസ്ലാമിക വർഗീയ ശക്തികളുടെ തടവറയിലാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് UDFനെ നയിക്കുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന ഒരു ആരോപണമാണ് CPM ഉയർത്തിയിരിക്കുന്നത്. ഇതേ CPM തന്നെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി കേരളത്തിന് പുറത്തു പോയാൽ SDPIയും CPMും കോൺഗ്രസും ഒക്കെ ഒരു മുന്നണിയിലെ പാർട്ടികളാണ്. എന്തു തന്നെയായാലും കേരളത്തിലെ UDFന് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നല്ല പിന്തുണ കിട്ടും. അതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലയിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തൽ. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയ്ക്ക് മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ, കാരണം ഇതൊരു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കളിലെ നായർ ഈഴവ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്കിടയിലാണെങ്കിലും UDFനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകൾ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുള്ളൊരു ഭയം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സംഘടനാപരമായിട്ട് അവർ വളരെ വീക്കാണ്. അങ്ങനെ വലിയൊരു പാർട്ടികളുടെ സംഘാതം എന്ന് UDFനെ ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് മാത്രമാണല്ലോ. പക്ഷെ ഒരു ഡോമിനന്റ് ആയിട്ട്, എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരു ഡോമിനൻസ് ഇപ്പോഴും മുസ്ലിം ലീഗിൽ ആണെന്ന് പറയാം. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ UDFന്റെ ഇപ്പോഴത്തെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ ജയപ്രസാദാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറാണ് അദ്ദേഹം നമ്മളോട് കേരളത്തിലെ UDFന്റെ ഇപ്പോഴത്തെ നിലപാടുകളെ കുറിച്ച്, UDFന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമസ്തേ. UDFനെ ഇപ്പോ CPM നേതാക്കളൊക്കെ വിമർശിക്കുന്നത് അതൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ളൊരു മുന്നണിയാണ് എന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഒരു വർഗീയമായ ഒരു പ്രചരണമാണ് അവർ നടത്തുന്നത്. അപ്പം അത് എത്രത്തോളം മറ്റ് ജനവിഭാഗങ്ങളെ, മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് UDF മുന്നിൽ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന UDFൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘടനാപരമായിട്ടും അതുപോലെ ഘടകകക്ഷികളുടെ തലത്തിൽ നോക്കിയാലും ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് UDF നിൽക്കുന്നത്. അപ്പം UDFലെ മുഖ്യ കക്ഷിയായിട്ടും മുസ്ലിം ലീഗ് മാത്രമാണ് അതിനകത്തുള്ളത്. ബാക്കി ഘടകകക്ഷികളൊക്കെ വളരെ അതെ, ബാക്കി കോൺഗ്രസ് ഘടകകക്ഷി, കോൺഗ്രസ് ഇതര കക്ഷികൾ എന്ന് പറയുന്ന ബാക്കിയെല്ലാം തന്നെ വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ ചെറിയ ചെറിയ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ, അതേപോലെ കേരള കോൺഗ്രസ്, മറ്റേ ജോസഫ് ഗ്രൂപ്പ്, RSP, ഇതൊക്കെ പറയുന്നത് വെല്ലിലെണ്ണാവുന്ന പാർട്ടികളാണ്. അപ്പൊ ആ തരത്തില് UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ, മുന്നണി തലത്തിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് സൈഡ് UDFനുള്ളത്, കേരളത്തിൽ ഏതാണ്ട് 28-29% വോട്ടേഴ്സ് ഉള്ള മുസ്ലിം സമൂഹം ഏതാണ്ട് ബ്ലോക്ക് ആയിട്ട് UDFനോട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ. മുമ്പ് പക്ഷെ എനിക്ക് തോന്നുന്നു 2016-ലും 2021-ലൊക്കെ തന്നെ നല്ലൊരു മുസ്ലിം വിഭാഗത്തിലേക്ക് വന്നൊരു 4-1 വിഭാഗത്തിന്റെയും പിന്തുണ LDFന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ നമ്മൾ പരമ്പരാഗതമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് മലപ്പുറം, കോഴിക്കോട്, അതായത് മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള ഒരു 25ഓളം മണ്ഡലങ്ങൾ വരും, അല്ലെങ്കിൽ അവർക്ക് കാര്യമായ പ്രസക്തിയുള്ള കണ്ണൂർ, കാസർഗോഡ്, അല്ലെ പ്രധാനമായിട്ടും അത് മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ വയനാടുമായിട്ടും, വയനാടിന്റെ ബോർഡറിലും, അല്ലെങ്കിൽ 1-2 കാസർഗോഡ് 2 മണ്ഡലങ്ങൾ, അങ്ങനെ ഏതാനും മണ്ഡലങ്ങളാണ്. അപ്പൊ അത് തിരുക്കൊച്ചി ഭാഗത്ത് ഇപ്പൊ ആലുവയിൽ അവർ ജയിക്കാറുണ്ടെന്നല്ലാതെ സാമൂഹ്യമായ അത്ര വലിയ ശക്തിയൊന്നുമില്ല. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ആ തരത്തിലാണ് കേരളത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ നിന്ന് പുറത്തുള്ള മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചത്. വിശേഷിച്ചും തിരുക്കൊച്ചി ഭാഗത്ത്, പാറശാല മുതൽ ഉള്ള മണ്ഡലങ്ങൾ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കോൺഗ്രസിന്, ലോകസഭയിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നവർ തന്നെ അസംബ്ലി, ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ
മണ്ഡലങ്ങളിലെ ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നെയ്യാറ്റിൻകര അല്ലെങ്കിൽ പാറശാല, കോവളം പോലെയുള്ള മണ്ഡലങ്ങൾ ലോകസഭയിലെ വലിയ മൃഗീയ ഭൂരിപക്ഷം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന് കൊടുക്കുകയും തൊട്ട് ഒരു വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭയിൽ വരുമ്പോഴത്തേക്കും മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF വിജയിപ്പിക്കുകയും ചെയ്യും. കോവളത്ത് മാത്രമേ അവർക്ക് അതെ, കോവളത്ത് കഴിഞ്ഞ തവണ ജയിച്ചതല്ല. അല്ല, അതിന് മുമ്പ് കോവളം LDFന്റെ കൂടെ ഇപ്പം നീലദാസിനെ പോലെയുള്ള ആൾക്കാർ ജയിച്ചിട്ടുള്ള മണ്ഡലമാണല്ലോ. കോഴിക്കോട് കോഴിക്കോട് MK രാഘവന് മൃഗീയമായ ഭൂരിപക്ഷമാണ്. അതേപോലെ തന്നെ വടകരയിൽ, കോഴിക്കോട് ലോക്സഭാ സീറ്റിലും വടകരയിലും കോൺഗ്രസ് ആണ് ജയിച്ചത് 2019 ഇലക്ഷനിലും 2024 ഇലക്ഷനിലും. പക്ഷെ 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും ഇല്ല. ആകെ 2 സീറ്റ് UDF കിട്ടിയത്, ഒന്ന് മുസ്ലിം ലീഗിന്റെ മുനീറിന്റെ സീറ്റും ഒന്ന് രമയുടെ. മറ്റൊന്ന്, നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലേക്ക് മുസ്ലിം ലീഗിനെ ആദ്യം കൊണ്ടുവന്നത് CPM ആണ്. 67 അവരുടെ ഐക്യമുന്നണിയിലൂടെ, അതിനുശേഷം ഇടതു മുന്നണിയിലൂടെ, അതിനുശേഷം നമ്മൾ കാണുന്നത് 69 മുസ്ലിം ലീഗ് കോൺഗ്രസ് പക്ഷത്തേക്ക് പോകുന്നു. പിന്നീട് മുസ്ലിം ലീഗും CPM തമ്മിൽ ഡയറക്റ്റ് ബന്ധം ഉണ്ടായിട്ടില്ല. അതിന് പകരം 75 മുതൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ള മുസ്ലിം ലീഗിൽ നിന്ന് വിമത ലീഗ്, AML അവരെ കൂടെ ആയിരുന്നു. പിന്നീട് PDP ആണെങ്കിലും ജമായത്തെ ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലും അതുപോലെ NDF പോലെയുള്ള ഈ പിന്നീടുണ്ടായിട്ടുള്ള മുസ്ലിം ലീഗ് ഇതര മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ കൂടുതൽ ആഭിമുഖ്യം കാണിച്ചത് ഇടതുപക്ഷത്തോടാണ്. അതുകൊണ്ടാണ് പിന്നീട് 87 AML തിരിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലയിക്കുകയുണ്ടായി, മാവറി മസ്ജിദ് വിഷയം വന്ന സമയത്ത്. അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് കോൺഗ്രസിൽ ഇടതുപക്ഷത്ത് കാര്യമായ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായില്ല. 87 ഇലക്ഷനിൽ ലീഗിന്റെ പക്ഷമില്ലാതെയാണ്, ഈ പ്രതിപക്ഷ ലീഗിന്റെ പക്ഷമില്ലാതെയാണ് അന്ന് നയനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ 87 വരുന്നത്. പിന്നീട് അവര് പ്രോത്സാഹിപ്പിച്ചത് മദനിയാണ്. 90കളിൽ മദനി കേരളത്തിലേക്ക് വന്നു. മദനി രാഷ്ട്രീയ പാർട്ടി ആകുന്നതിന് മുമ്പ് തന്നെ മദനിയുടെ ISS അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരുന്നു. പിന്നീട് മദനി തീവ്രവാദ കേസിൽ അകത്തായതിനു ശേഷം, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അകത്തായി കഴിഞ്ഞിട്ട് മദനി വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നണിയുടെ അന്ന് നായകനായിട്ട് VR കൃഷ്ണയുടെ പേര് വെച്ചിട്ടാണ് അവര് വിമോചന പോരാട്ടം നടത്തുന്നത്. അത് നിയമസഭ 2006 കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കും മദനിയുടെ മോചിപ്പിക്കുന്നതിന്. അങ്ങനെ മദനി അവിടെ നിന്ന് പുറത്തു വരികയും പിന്നീട് മദനി വേറൊരു കേസിൽ ജയിലിലാകുകയും ചെയ്ത് ബാംഗ്ലൂരിലേക്ക്, കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ട മദനി ബാംഗ്ലൂർ സ്ഫോടന കേസിൽ വീണ്ടും അകത്താകുകയും ചെയ്തു. ഈ മദനിയെ നമ്മൾ എടുത്തു പറയേണ്ട വിഷയം, ഈ മദനിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് ജയിൽ ഇന്ന് പുറത്തു വന്ന മദനിയെ വലിയ സ്വീകരണം ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സ്വീകരണം കൊടുത്തു. പിന്നീട് പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദനെ പോലുള്ള ഒരു വളരെ ശക്തമായി എതിർത്തിട്ടും അവരെ മത്സരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം വിഭാഗത്തിലെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെയും തീവ്രവാദ വിഭാഗങ്ങളെയും ഇടതുപക്ഷം പതിറ്റാണ്ടുകളോളം താലോലിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ പറയുമ്പോൾ, കഴിഞ്ഞ 2014 ശേഷം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും തുടർഭരണം 3 തെരഞ്ഞെടുപ്പിൽ BJP വന്നതോടെ മുസ്ലിം സമൂഹത്തിൽ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് അതിൽ പല പല വിഷയങ്ങൾ, ആഗോള വിഷയങ്ങൾ, സദ്ദാം ഹുസൈൻ മുതൽ ഗാസ വരെയുള്ള വിഷയം, അല്ലെങ്കിൽ ഇപ്പം അലി ഖമേനിയുടെ കൊലപാതകം വരെയുള്ള വിഷയങ്ങൾ അവരെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് RSSന്റെ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് അങ്ങനെ ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്നത് മുസ്ലിം സമൂഹം പൂർണ്ണമായിട്ടും ഞാൻ കരുതിയത്, എന്റെ ഒരു വ്യക്തിപരമായ ഒരു കാൽക്കുലേഷൻ, കോൺഗ്രസ് ഇപ്പം CPM ഒരു തവണ അധികാരത്തിൽ വന്നു, രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നു. അപ്പൊ അതോട് പതുക്കെ അധികാരമില്ലാതെ ലീഗ് പതുക്കെ CPMന്റെ കൂടെ പോകാനായിരുന്നു സാധ്യത എന്നാണ് ഞാൻ ധരിച്ചു വെച്ചത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ അവർ ഒരുമിച്ച് എല്ലാ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ഇവരുടെ കൂടെ. നേരത്തെ ഇപ്പം കാന്തപുരം AP വിഭാഗം CPMന്റെ കൂടെയായിരുന്നു. ഇനി സുന്നി സമസ്തയിൽ തന്നെ EK വിഭാഗത്തിൽ തന്നെ നല്ലൊരു വിഭാഗമായിട്ട് മുഖ്യമന്ത്രി തന്നെ നല്ല റാപ്പ് ഉണ്ടാക്കി, KT ജലീൽ വഴിയൊക്കെ നല്ല റാപ്പ് ഉണ്ടാക്കി, അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു. അതേപോലെ തന്നെ ജമായത്തെ ഇസ്ലാമി പല സ്ഥാനാർത്ഥികളും, അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച പല സ്ഥാനാർത്ഥികളും CPMകാരായിരുന്നു. പിന്നെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടിലാണ്. ഇപ്പൊ കേന്ദ്രം നിരോധിച്ചിട്ടും ഇവിടെ അത് കർക്കശമാക്കിയില്ല, ഈ NDFനെയൊക്കെ നിരോധിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു കുറെ ആളുകളൊക്കെ ഇവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച്. മാത്രമല്ല, നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വന്നപ്പോൾ അതുപോലെയുള്ള മറ്റു വിഷയങ്ങളെല്ലാം തന്നെ
ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള നയമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഗാസ വിഷയം അവർക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്തു. അതെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹം ഏതാണ്ട് ഇടതുപക്ഷത്തെ പൂർണ്ണമായിട്ടും തഴയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇടതുപക്ഷം ഒരു ഹിന്ദു കാർഡ് കളിക്കുകയും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, SNDP NSSുമായിട്ട് വളരെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരുന്നു, രണ്ടുപേരെയും ഒന്നിച്ച് അണിനിരത്തുന്നു, ആ തരത്തിലുള്ള ശ്രമങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അല്ല, പക്ഷെ ഇടക്കാലത്ത് ഇപ്പം ബാംഗ്ലൂരിനടുത്ത് ഒരു കോർപ്പറേഷൻ, അവിടുത്തെ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് ബോർഡ് കയ്യേറ്റക്കാരെയൊക്കെ ഒഴിപ്പിച്ച സമയത്ത് അവര് യാദൃശ്ചികമായിട്ട് എല്ലാവരും മുസ്ലിങ്ങളായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ കേരളത്തിലെ CPM നേതാക്കൾ പോവുകയും റഹീമൊക്കെ പോയതൊക്കെ, അപ്പം അതൊക്കെ ഒരു പരമാവധി ഒരു പിടിച്ചു നോക്കാൻ. അതേപോലെ തന്നെ പിന്നെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കും ഭാവിയിൽ, അപ്പം ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രതീതിയൊക്കെ പരസ്യമായിട്ടൊന്നും പ്രഖ്യാപിക്കാതെ തന്നെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു. മാത്രമല്ല അവരുടെ വർഗ ബഹുജന സംഘടനകളിൽ DYFI SFIയിലൊക്കെ ഒരുപാട് മുസ്ലിം യുവാക്കളെ അവർ സ്ഥാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് അതൊന്നും വിജയിച്ചില്ല. ഇപ്പൊ തന്നെ G. സുധാകരൻ തെറ്റാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സലാമിനെ, ആലപ്പുഴ ജില്ലയില് നമുക്കറിയില്ല, ആലപ്പുഴ ഇതേ സുധാകരൻ തന്നെയാണ് മുസ്ലിം വർഗീയതയെ പരമാവധി പ്രോത്സാഹിപ്പിച്ചതെന്നാണ്. അല്ല, അത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ തീവ്രവാദ ഇസ്ലാമിന് അവിടെ മേൽക്കോയ്മ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്കും അതാണ് സുധാകരൻ. അപ്പൊ സുധാകരൻ അതൃപ്തനായപ്പോഴാണല്ലോ ഇത് തുറന്നു പറയുന്നത്. ഇവര് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അത് പറയണമെന്നില്ല. അപ്പം അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ ഗോവിന്ദനും തളിപ്പറമ്പിലെ ഗോവിന്ദനും ആ തരത്തിലാണ്. അപ്പൊ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അതുപോലെ രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് സുധാകരൻ. അപ്പം CPMന്റെ രണ്ട് പ്രധാന മാനേജേഴ്സ് ആണ്. അവരുടെ അക്രമ രാഷ്ട്രീയത്തിനാണെങ്കിലും മറ്റെല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിനും അവർ പിന്തുണ കൊടുത്ത മാനേജേഴ്സ് ആയിരുന്നവരാണ് ഇപ്പോൾ റബലായി മാറിയുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഒരു അപകടം കേരളത്തിൽ വരുന്നത്, കേരളത്തിലെ UDF സംഘടനാപരമായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും അല്ലാത്തൊരു ഘടകകക്ഷി കേരളത്തിൽ ഒരു 3 മണ്ഡലങ്ങളിൽ പോലും ആളുള്ള പാർട്ടി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. MLA-മാരുണ്ടാവും. ഉദാഹരണത്തിന് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് വിജയിച്ചത്. ഇത്തവണ 8 സീറ്റിലേക്ക് അവർ ചുരുങ്ങി. അതില് പല സീറ്റുകളും മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ വരുന്ന UDF-ന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ, CMPക്കൊന്നും കേരളത്തില് പ്രാതിനിധ്യമില്ലല്ലോ. അപ്പം CMPക്ക് ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, അടുത്ത ഭൂരിപക്ഷം നേടിയ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 2 ഘടകകക്ഷികളായിരിക്കും അതിനകത്ത് ഉണ്ടാകുക പ്രധാനമായിട്ട്. ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് മുസ്ലിം ലീഗുമായിരിക്കും. മറ്റ് ഘടകകക്ഷികളൊക്കെ നാമമാത്രമായി ഒരു സിംഗിൾ MLA-മാരിലും 2-3 MLA-മാരിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങും. അപ്പൊ ഇവിടെ 21 മന്ത്രിമാരില് ഒരു 6 പേരെങ്കിലും ലീഗിന്റെ പണ്ട് 5-ാം മന്ത്രി വിവാദം ഉണ്ടായതിപ്പോ 6-7 മന്ത്രി വരും, ഉപമുഖ്യമന്ത്രി വരും, മലപ്പുറം ജില്ലാ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ മുസ്ലിം ലീഗ്, പൊതുമരാമത്ത് വകുപ്പ്. അതെ, അത് ആൾറെഡി കഴിഞ്ഞ UDF സമയത്തും എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അവർക്ക് വേണമെന്ന് പറയാം. തീർച്ചയായിട്ടും അത് ഇത്തവണ ഉണ്ടാവും. പക്ഷെ ഒരു അപകടം ഞാൻ മനസ്സിലാക്കുന്നത്, UDF ഫലത്തില് ഒരു ജമായത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് മുന്നണിയായി അധപ്പതിപ്പിച്ച് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ UDF-ന്റെ നമ്മുടെ ഘടകകക്ഷികളുടെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ UDF-ന്റെ ഘടകകക്ഷികളിൽ ശക്തമായ ജനപിന്തുണയുള്ള 2 പാർട്ടികളാണുള്ളത്. അത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. അപ്പം മുസ്ലിം ജനസാമാന്യത്തിലെ മറ്റ് സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ PDPA പോലെയുള്ള, SDPI പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, ഈ പാർട്ടികളെല്ലാം ഇന്ന് സംയുക്തമായിട്ട് ലീഗിനോടൊപ്പം, അപ്പം ഒരു മതപരമായ ഒരു ധ്രുവീകരണം കേരളത്തിലുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിന് അപകടകരമായ ഒരു പ്രവണതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് കേരളത്തിന് സുപരിചിതമാണ്. അതുകൊണ്ട് പൊതുവെ കേരളത്തിലെ മതേതര രാഷ്ട്രീയക്കാർ മുസ്ലിം ലീഗ് അതിന്റെ കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ട് പറഞ്ഞിരുന്നു. അതിന് വിഭിന്നമായ ഒരു മുസ്ലിം ലീഗ് ആയിരിക്കും നമ്മൾ തീവ്ര നിലപാടുകളുടെ മുസ്ലിം ഗ്രൂപ്പുകളുടെ ഒരു സംഘാതമായിട്ട് UDF മാറി. അത് മാത്രമല്ല, മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ആ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്, മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പില് മലപ്പുറം ജില്ലയിലെ
പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്വതന്ത്രന്മാരായിട്ട് മുസ്ലിം ലീഗ് ദുർബലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ഇടതുപക്ഷ സ്വതന്ത്രരെ മുന്നോട്ട് വരികയും LDFന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് 2020 ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും മുസ്ലിം ലീഗിന് കുറച്ചുകൂടെ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് സന്ധി ചെയ്യേണ്ടി വന്നു. അപ്പൊ അവരെ പിണക്കാതെ അവരെ കൂടെ ചിറകിന് ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് കേരളം കാണാൻ പോകുന്ന UDF എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമി ലീഗ് മേൽക്കോയ്മയുള്ള അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് മേൽക്കോയ്മയുള്ള ഒരു UDF ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം മറ്റ് കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എല്ലാം തന്നെ അതിനകത്ത് വന്ന RSP എന്നുള്ള ഒരു പാർട്ടിയുണ്ട്. അത് നമുക്കറിയാമല്ലോ, കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന ഒരു MLA ഇടതുപക്ഷത്തേക്ക് ഒരു സ്വതന്ത്രനായി മാറുക ചെയ്തത്, കോവൂർ കുഞ്ഞുമോനെ പോലുള്ള ആൾക്കാർ. അപ്പൊ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു UDF ആയിരിക്കില്ല കാണുന്നത്. കാരണം 1960 മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു കോൺഗ്രസ് മുന്നണി ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വിപുലീകരിച്ച് UDF ആയിട്ട് മാറുന്നത്. 80കൾ കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് വിപുലമായ മുന്നണിയായിട്ട് മാറുകയും ജാതി മത സമവാക്യങ്ങളൊക്കെ ആദ്യം, പക്ഷേ ആദ്യത്തെ ഐക്യ കക്ഷികളിൽ CPI ഉണ്ടായിരുന്നല്ലോ. അല്ല, 60ലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും PSPയും ചേർന്ന് ഒന്നിച്ചാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. പക്ഷെ 67ലാണ് ഇടതുപക്ഷമാണ് ആദ്യമായിട്ട് അവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുകൊടുത്തത്. ആ മുന്നണി പിളർന്നതിന് ശേഷം കോൺഗ്രസിന്റെ പിന്തുണയോടെ ഈ ഇടതു മുന്നണിയുടെ കുറുമുന്നണി CPIയും RSPയും ഇവിടെയൊക്കെ സഹായത്തോടെ മുസ്ലിം ലീഗും ഒക്കെ പുറത്തു വരികയും അങ്ങനെയാണ് അച്യുതമേനോന്റെ ആദ്യത്തെ ഗവൺമെന്റ് വരുന്നത്. അത് ഏതാണ്ട് 79 വരെ 10 വർഷം കേരള രാഷ്ട്രീയം ആ മുന്നണിയായിട്ടാണ് യുണൈറ്റഡ് ഫ്രണ്ട്. പിന്നീടാണ് 80കൾക്ക് ശേഷം UDF ആയിട്ടും LDF ആയിട്ട് മാറുകയും 82-ന് ശേഷം നമ്മൾ എടുത്തു പറയേണ്ടത് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും കോർത്തിണക്കിയാണ് കരുണാകരൻ UDFനെ നയിച്ചത്. അതിനകത്ത് ധീവര DLP ഉണ്ടായിരുന്നു, SRP ഉണ്ടായി, NDP ഉണ്ടായി, മുസ്ലിം ലീഗിന്റെ വിവിധ ഘടകകക്ഷികളുണ്ടായി. അങ്ങനെ കേരള കോൺഗ്രസിന്റെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, അങ്ങനെ കേരളത്തിലെ എല്ലാ ജാതി മത സമവാക്യങ്ങളെയും ഏകീകരിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് 82 മുതൽ നിന്നിരുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്നുള്ള യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് SNDP NSS ഏതാണ്ട് ഇടതുപക്ഷത്തിലേക്ക് നിൽക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അവർ പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയാണ്. അന്താരാഷ്ട്ര അയ്യപ്പ സംഗമത്തിന് അവർ പിന്തുണ കൊടുത്തിരുന്നു. പിന്നെ ഈവൻ സ്വർണ്ണ കൊള്ളയിൽ പോലും അവർക്ക് വലിയ കാര്യമായ പരിഭവങ്ങളില്ല. ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ സംതൃപ്തരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്നത്തെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടില് കാര്യമായ ജാതി മത വിഭാഗങ്ങളുടെ ഏകീകരണമില്ല. മുസ്ലിം ലീഗ് ഇതര വിഭാഗങ്ങൾ, ഇവൻ ക്രിസ്തീയ വിഭാഗങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ പോലും ദുർബലമായ കേരള കോൺഗ്രസ് ആണ് ഈ ഭാഗത്തുള്ളത്. പൊതുവെ കേരള കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞു. അതിൽ ഈ ഇടതുപക്ഷത്താണ് കൂടുതൽ കേരള കോൺഗ്രസ് ഉള്ളത്. അത് ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് ഉണ്ടാവും, അപ്പം മാണിയുടെ കേരള കോൺഗ്രസ് ഉണ്ടാവും. അപ്പൊ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും ഇന്ന് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫലത്തിൽ ഒരു മുസ്ലിം വിഭാഗങ്ങളുടെ മുസ്ലിം തീവ്രവാദ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഏകീകരിച്ച ഒരു മുന്നണിയായിട്ട് മാറാനാണ് സാധ്യത. അത് കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് അപകടകരമായ പ്രവണത സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന LDFന് പകരം അധികാരത്തിലേറാൻ കൊതിക്കുന്ന UDF പൂർണ്ണമായിട്ടും മതവർഗീയ ശക്തികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വർഗീയതയുടെ ഒരു താവളമായി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയതയുടെ ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന്റെ പിന്തുണ UDFന് കിട്ടുമെങ്കിലും സ്വാഭാവികമായും അതിന്റെ പ്രത്യാഘാതവും കൂടി അവർ അനുഭവിക്കും അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരും എന്നാണ് തോന്നുന്നത്.